നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗാർഡനിലെ പഴങ്ങളും പച്ചക്കറികളും പൂക്കളും ഒക്കെയാണ്. കൂടാതെ നമ്മുടെ നമ്മുടെ ഗാർഡൻ വീഡിയോ കണ്ട് ചീരത്തൈ കൊണ്ടുപോകാൻ വന്ന ഫാമിലീസിനെ ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ആപ്പിള് പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് നിന്ന് ഒരു ആപ്പിള് പറിച്ച് കഴിച്ചു നോക്കാം. നല്ല മധുരമാണ് കേട്ടോ, നല്ല സ്വീറ്റ് ആണ്. പിങ്ക് ലേഡി ആപ്പിൾ ആണ്. പിങ്ക് ലേഡി എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആപ്പിളിന് ഇതിനകവശം അത്രയും പിങ്ക് ആയിരിക്കില്ല. പക്ഷെ ഈ ആപ്പിള് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ അകവശയില്ലേ നല്ല പിങ്ക് ആണ്. ഇതിപ്പോ അത്രയും നന്നായിട്ട് പഴുത്തിട്ടില്ല, എന്നാലും നല്ല മധുരം കേട്ടോ. ഞാൻ ഒരു ആപ്പിള് പറിച്ച് കഴിച്ചു നോക്കി. ഇത് ഞാൻ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ഒരു ആപ്പിള് മുറിച്ച് കാണിക്കാം അതിന്റെ കളറ്. അതുപോലെ ആദ്യത്തെ നമ്മുടെ ഗാർഡൻ വീഡിയോയിൽ ഞാൻ ഉള്ളി നട്ടേക്കുന്ന കാണിച്ചില്ലേ, ചുമന്നുള്ളി, അതിപ്പോ വിളവെടുക്കാറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിളവെടുപ്പും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് കൃഷി ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. സ്നിഗ്ധ മനോജ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അവര് ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് നിന്ന് ചീരത്തൈ കളക്ട് ചെയ്തുകൊണ്ട് പോയിരുന്നു. അപ്പം അവരുടെ ചീര വിളവെടുപ്പിന്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എല്ലാവരും കൃഷി ചെയ്യുന്ന കാണുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് നിന്ന് ചീരത്തൈ കൊണ്ടുപോയിട്ട് അവർക്കത് നന്നായിട്ട് വിളവ് കിട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ സ്നിഗ്ധ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പാണ് നമ്മുടെ റോസ് ഒക്കെ പൂത്ത് നിൽക്കുന്നത്. ഇതിപ്പോ നമ്മുടെ ഒരു ഡാലിയാണ്. നല്ല രസമല്ലേ ഈ പൂ കാണാനായിട്ട്, നല്ല ഡിസൈൻ അല്ലേ. ഈ ഭാഗത്ത് കുറച്ച് വെയിൽ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഡാലിയാസ് ഒക്കെ ഇപ്പോഴാണ് പൂക്കാൻ തുടങ്ങിയത്. പിന്നെ ഇതൊക്കെ ഈ റോസൊക്കെ ഇപ്പൊ രണ്ടാമത് വീണ്ടും പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ് രണ്ടാമത് കിളിർത്ത് പൂത്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു വളപ്രയോഗത്തിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റോസിനൊക്കെ എന്ത് വളമാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പൊ ആ വീഡിയോ കാണാത്തവര്, അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഗാർഡൻ വീഡിയോ കാണാത്തവര് അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇതേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചീരത്തൈയൊക്കെ വാങ്ങാൻ വന്ന ഒരു ഫാമിലിയാണ്. എഡ്വേരി എന്നുള്ള ലക്ഷ്മി. നിങ്ങൾ കഷ്ടപ്പെട്ടോ ഇവിടം വരെ വരാനായിട്ട്? അധികം കഷ്ടപ്പെട്ടില്ല. ഈ വഴി നേരത്തെ വന്നിട്ടുണ്ട്, ഫെമിലിയർ ആയിരുന്നു. ഇവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്, ഈസ്റ്റാമിന്റെ ഒരു ടെസ്കോ എക്സ്പ്രസ് ഒക്കെ ഉള്ള അവിടെ വന്നിട്ടുണ്ട്. അവിടെ വരെ വന്നു, അവിടെ നിന്ന് വൈകിട്ടാ പോയത്. ഇവിടെ ലെഫ്റ്റ് ഇങ്ങോട്ട് എടുത്ത് വീഡിയോസ് കണ്ട് ഭയങ്കരമായിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഒരു മോട്ടിവേഷൻ ആണ് ഇതൊക്കെ ചെയ്യുന്നത് നാട്ടിൽ. സമയം കിട്ടപ്പില്ല, വീക്ക് ഫുള്ള് തന്നെ. ഇപ്പൊ എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് പോവാൻ അങ്ങോട്ട് പോവാ, അലോട്ട്മെന്റ് ഉള്ളതുകൊണ്ട് അതൊരു വലിയ സന്തോഷം. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മുടെ അടുത്തുനിന്ന് ചീരത്തൈയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ആൾക്കാർ വരുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പൊ ഒരു ഫാമിലിയെ മാത്രമേ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അവരൊക്കെ ഇവിടെ വന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ക്രിസ്റ്റിയും ലക്ഷ്മിയും സ്നിഗ്ധയും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണമേ. ഇത് ഞങ്ങളൊരു വീക്കെൻഡില് ഇവിടുത്തെ ഒരു കുതിര ഫാമിൽ പോയതാണ്. ചാണകം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇത് ഒരു ഹോഴ്സ് റൈഡിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സെന്റർ ആണ്, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവർക്കൊരു വലിയ ഫാം ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കുതിരയുടെ ചാണകം കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഈ കുതിര ചാണകത്തിന് ഭയങ്കര ചൂടാണ്, ഹൈ നൈട്രജൻ ഒക്കെയാണ് ഇതിനകത്ത്. ചെടികൾക്ക് അപ്പൊ ഈ ചാണകം പച്ചയായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും ചെടികൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉണങ്ങിയ ചാണകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ വന്ന ഇടയ്ക്ക് ഈ ഉണങ്ങിയ ചാണകം കളക്ട് ചെയ്തുകൊണ്ട് പോകും. കളക്ട് ചെയ്തുകൊണ്ട് പോയാലും വീട്ടിൽ കൊണ്ടുപോയി അത് കുറെ നാൾ വെച്ചിരുന്ന് അതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും, ഇവർക്ക് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇവിടെ ധാരാളം ഇങ്ങനെ ചാണകം വാരി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചാക്കും നമുക്ക് ഷവളും ഒക്കെ കൊണ്ടുവരണമെന്നേ ഉള്ളത്. ആൾക്കാർ എടുത്തുകൊണ്ട് പോയേക്കുന്നതാണ് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുറേ ചാണകം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വെണ്ട, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെണ്ടയ്ക്ക് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ കാണിച്ചില്ലേ. ഇപ്പൊ ആ വെണ്ട ഒന്ന് മുകളിലേക്ക് വന്ന് അതിൽ കുഞ്ഞു കുഞ്ഞു വെണ്ടയ്ക്കയുടെ മൊട്ട് വരുന്നുണ്ട്. ഈ പ്ലാന്റ് ചെറുതായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുഞ്ഞു വെണ്ടയ്ക്ക വരുന്നത് നമ്മൾ നുള്ളിക്കളയണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന് ഒരു കരുത്തില്ലാതെ പോകും, ഒരു ശക്തി ഇല്ലാതെ പോവും ഈ പ്രായത്തിൽ ഇങ്ങനെ കായ്ച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ കുഞ്ഞു കുഞ്ഞ് ഈ മുട്ടുകളും മുകുളങ്ങളും ഒക്കെ ഒന്ന് നുള്ളി മാറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന വെണ്ടയ്ക്ക നല്ല കരുത്തോടു കൂടി വരും. അപ്പൊ അതാണിപ്പോ ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നത്.
ഇതേ കണ്ടില്ലേ, ഈ കുഞ്ഞു കുഞ്ഞു മുകുളങ്ങളെല്ലാം നമ്മളിങ്ങനെ നുള്ളിയെടുത്ത് കളയണം. അപ്പൊ അത് കഴിയുമ്പോൾ അവര് ഇങ്ങനെ കരുത്തോടെ വന്നോളും. ഇനി ഇതിന് കുറച്ച് ചാണകവും വളമൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. ദേ നമ്മുടെ ആപ്പിള് കൊഴിഞ്ഞു കിടക്കുന്ന കണ്ടോ, എന്തോരം ആപ്പിളാന്ന് നോക്കിക്കേ ചോട്ടില്. അതിങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അധിക ദിവസം ഇങ്ങനെ നിൽക്കില്ല. പിന്നെ ഇടയ്ക്ക് കുറേയൊക്കെ കേടും ഒക്കെ ഉണ്ട് അതിനകത്ത്. അല്ലാതെ നല്ല ആപ്പിളും ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ, കാറ്റും ഇവിടെ ഭയങ്കര അതിഭീകരമായ ചൂടാണ്. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, യൂറോപ്പ് ചുട്ടുപൊള്ളുവാണെന്ന്. അപ്പൊ നമുക്ക് പകലൊന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ തന്നെ പറ്റില്ല, അതുപോലത്തെ ചൂടാണ്. ഇതിപ്പോ ഞാൻ വൈകുന്നേരം ഒരു 7 മണി സമയത്ത് എടുത്ത വീഡിയോ ആണ്. എന്നിട്ട് നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. ഈ സമയത്ത് ഒരു 9 മണിയൊക്കെ ആവും ഇപ്പൊ ഇവിടെ ഒന്ന് വെയിലൊന്ന് മങ്ങി വരണമെങ്കിൽ. അപ്പൊ നമ്മൾ രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് നനച്ചു കൊടുത്താൽ മാത്രമേ ഈ സോഫ്റ്റ് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കുള്ളൂ. പെറ്റൂണിയയും അതുപോലെ സീനിയ, ഈ മാരിഗോൾഡ് ഒക്കെ നമ്മൾ രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. നമ്മുടെ ഹൈഡ്രാഞ്ചിയയുടെ ഒക്കെ പൂവൊക്കെ ആക്ച്വലി ഇപ്പോൾ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ റോസ് ഒക്കെ കണ്ടോ, വെയിൽ കൊണ്ട് ആ കളറൊക്കെ അങ്ങ് മാറിപ്പോയി പെട്ടെന്ന്. അത്രയ്ക്ക് വെയിലാണിവിടെ. നമ്മുടെ ആപ്പിള് ഞാനൊന്നുകൂടെ ഒന്ന് ക്ലോസപ്പിൽ കാണിച്ചതാട്ടോ. അപ്പം നിങ്ങൾക്ക് വീടുകളിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ നട്ട് വളർത്തണം. ദേ നമ്മുടെ തക്കാളിയൊക്കെ കായ്ച്ചു തുടങ്ങി. കഴിഞ്ഞ വീഡിയോയിൽ തക്കാളിയുടെ വളപ്രയോഗമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ച് ഒഴിക്കുന്നത്. ഇത് നമ്മുടെ ബീൻസും പാവലും ഒക്കെ പടർന്നു വരുന്നതാണ് കേട്ടോ. ദേ നമ്മുടെ പ്ലം ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങി. നല്ല പഴുക്കുമ്പോൾ നല്ല പർപ്പിളാകും. ഇത് നമ്മുടെ ഒരു കുഞ്ഞൻ റോസയാണ്, നല്ല ഓറഞ്ച് കളറിലെ റോസയാണ്. പുതിയതായിട്ട് പൂവുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കുവാണ്. ഇത് ദേ നമ്മുടെ പെപ്പർ ഉണ്ടായിട്ടുണ്ട്, മുളക് ഹാലോപ്പീനോ പെപ്പറാണ്. നന്നായിട്ടുണ്ടായി വരുന്നുണ്ട്. ഇതിനുമൊക്കെ എല്ലുപൊടിയും നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ഒക്കെ തന്നെയാണ് വളമായിട്ട് കൊടുക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സാലഡ് ക്യൂക്കമ്പർ വിളവെടുക്കുന്ന കാണിച്ചിരുന്നില്ലേ. ഇതൊരു പ്രത്യേകതരം ക്യൂക്കമ്പർ ആണ്. ഇത് പ്രീക്ലി കുക്കുംബർ എന്ന് പറയും. നമ്മുടെ കുരുകുരാന്ന് ഈ ചൂടുകുരു പോലെ നിൽക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നു, മുള്ളു പോലെ നിൽക്കുന്നുണ്ട് സ്പൈക്കി ആയിട്ട്. അതുകൊണ്ടാവും ഇതിന് പ്രീക്ലി ക്യൂക്കമ്പർ എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ചതുരപ്പയർ പോലത്തെ ബീൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ പാവലൊക്കെ ഇവിടെ പടർന്ന് നിൽക്കുന്നതേ ഉള്ളൂ. പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് കായൊക്കെ ആയി തുടങ്ങുമ്പോൾ ഇവിടെ വിന്റർ വരും, അതാണ് ഒരു സങ്കടം. പിന്നെ നമ്മുടെ ഈ വല കെട്ടിയതിന് ഇടയ്ക്കായിപ്പോയി കുറച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള പെറ്റൂണിയാസ് ആണ്. അതിനിപ്പം ഈ പന്തലില് പാവലും പയറും ഒക്കെ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇവരെ കാണാൻ പറ്റില്ല. നമ്മുടെ ആ മരം മുറിച്ചതിന്റെ ആ കുറ്റിയുടെ മണ്ടയ്ക്കാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നത്. ഇവിടെ ഉണ്ട് ഒരു മരത്തിന്റെ കുറ്റിയും കുറച്ച് പൂക്കളും ഒക്കെ. അവിടെ ആക്ച്വലി നമുക്ക് അങ്ങോട്ട് പന്തലിടാൻ പ്ലാൻ ഇല്ലായിരുന്നു, പച്ചക്കറി പടർത്താനായിട്ട്. ആ ഭാഗത്ത് ഒരു പോണ്ട് സെറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷെ കുഞ്ഞു കുഞ്ഞു സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഈ വർഷം ഞങ്ങൾക്ക് അത് നടക്കാതെ പോയി. അടുത്ത വർഷം എന്താണേലും പറ്റിയാൽ ആ ഭാഗത്ത് ഒരു പോണ്ട് സെറ്റ് ആക്കണം. എന്നിട്ട് നമ്മുടെ ആമ്പലിനെയും നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ അതിലേക്ക് മാറ്റണം. ഇപ്പൊ അവരൊക്കെ കുഞ്ഞു ചട്ടികളിലൊക്കെയാണുള്ളത്. അപ്പോൾ അതൊക്കെയാണ് അടുത്ത വർഷത്തേക്കുള്ള ഗാർഡൻ പ്ലാനുകൾ എന്ന് പറയുന്നത്. പെട്ടെന്ന് വെയിലങ്ങ് മങ്ങി. അപ്പൊ എന്തൊരു ആശ്വാസമാണെന്നറിയാവോ. ആ സമയത്ത് ഞാൻ നമ്മുടെ ആപ്പിളൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നല്ല പൊക്കത്തിലാണ് ആ മരം. അതിനകത്ത് കയറി പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏണിയൊക്കെ വെച്ച് കയറിയാലും അതിന്റെ ശിഖരങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങൾ ഉള്ളതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും തോട്ടി പോലത്തെ സാധനം വെച്ച് അതിനകത്തുനിന്ന് പിച്ചിയെടുക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ആപ്പിള് കൊഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഹൈഡ്രാഞ്ചിയ പൂക്കളെല്ലാം വെയിൽ കൊണ്ട് നരച്ച് നിൽക്കുവാണ്. അതിന്റെ കളറൊക്കെ പെട്ടെന്ന് അങ്ങ് മങ്ങിപ്പോയി. ഇതേ നമ്മുടെ മാരിഗോൾഡ് ഇതുപോലെ ഇങ്ങനെ തട്ടായിട്ട് കുറെ ചട്ടികൾ ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിനകത്താണ് മാരിഗോൾഡ് നട്ടേക്കുന്നത്. അതും നിറച്ച് പൂക്കളായി കഴിയുമ്പോൾ ഇല കാണാൻ വയ്യാത്ത പോലെ പൂക്കളാവും. ഇപ്പൊ അങ്ങ് മൊട്ടൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്കും ഒരു ചീര നിപ്പുണ്ട്. നമുക്ക് എവിടെ നോക്കിയാലും ചീരയാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ സീനിയ ഒരു വെറൈറ്റി അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കളർ സീനിയ കാണുന്നത്. നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ചെടികളുടെ കൂട്ടത്തില് രാജ്ഞി എന്ന് പറയാൻ ഈ പെറ്റൂണിയ തന്നെയാണ് കേട്ടോ. അടുത്ത വർഷം കൂടുതൽ പെറ്റൂണിയയുടെ കളക്ഷൻസ് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് ആപ്പിള് പിച്ചിക്കൊണ്ട് പോകാനായിട്ട്. ഇത് മറിയാമ്മ ചേച്ചിയാണ്. മറിയാമ്മ ചേച്ചിയെ സഹായിക്കാൻ ഇന്ന് ശ്യാമള ചേച്ചിയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വന്ന് ഇത് പിച്ചിക്കൊണ്ട് പോവുകയാണെങ്കിൽ സന്തോഷമാണ്. കാരണം നമുക്കിങ്ങനെ എല്ലാവർക്കും പിച്ചിക്കൊണ്ട് പോയി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് ഇത് പിച്ചി എടുക്കുവാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ കേട്ടോ.
പക്ഷെ ആപ്പിള് വേണ്ടവര് വേഗം പറഞ്ഞാട്ടോ, ഇതെല്ലാം കൊഴിഞ്ഞ് തീരുന്നതിന് മുമ്പ്. വെയിലും കൂടെ ആയതുകൊണ്ട് ആപ്പിൾ അങ്ങ് പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയാണ്. അതിന്റെ ഞെട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൊട്ട് ഒരു കാറ്റടിക്കുമ്പോൾ തന്നെ ഒരു 10-15 ആപ്പിളാണ് താഴേക്ക് പതിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആപ്പിള് വേണ്ടവര് വേഗം വന്ന് വാങ്ങിക്കൊണ്ട് പോകണം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ആപ്പിളിന്റെ വിശേഷങ്ങള്. അപ്പൊ ആപ്പിൾ ഇനി നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അത് പറിച്ച് ഞാൻ മുറിച്ച് കാണിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ പേർമരമാണേ. പേര് ഇങ്ങനെ പാകമായി വരുന്നതേ ഉള്ളൂ, പഴുത്തിട്ടില്ല. ഇനി അടുത്തത് നമ്മുടെ ഉള്ളി വിളവെടുപ്പാണ്. ഉള്ളി ഞാൻ നട്ടിരിക്കുന്ന കാണിച്ചു. നമ്മള് കടയിൽ നിന്ന് കറി വെക്കാൻ മേടിക്കുന്ന ഉള്ളിയാണ് നട്ടത്. നമ്മുടെ ഒരു കുഞ്ഞു വെണ്ടയ്ക്ക കായ്ച്ചു നിൽക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി വിളവെടുപ്പ് നടക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, കറി വെക്കാൻ മേടിച്ച ഉള്ളി നമ്മളൊരു 10-12 എണ്ണം നട്ട് കൊടുത്തതാണ്. അത് നമ്മൾ വെറും കമ്പോസ്റ്റും എല്ലുപൊടിയും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യം നമ്മൾ കമ്പോസ്റ്റ് മാത്രം ഇട്ടാണ് നട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ പൂവൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചുമന്നുള്ളിയാണ്, ചെറിയ ഉള്ളിയാണ് നട്ടു കൊടുത്തിരുന്നത്. ഇനിയിപ്പം ഇത് ഉള്ളി ആയി വരാനായിട്ട് 3 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഏപ്രിലിൽ നട്ട ഉള്ളിയാണ് ഇപ്പൊ ജൂലൈയിൽ വിളവെടുക്കുന്നത്. ഇനിയിപ്പം ഈ സ്ഥലം നമ്മൾ ഒന്നുകൂടെ ഒരുക്കിയിട്ട് വീണ്ടും ഇവിടെ ഉള്ളി തന്നെ നട്ടു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സെപ്റ്റംബർ അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ പറ്റും. ദേ ഇവിടെ കുറച്ച് ഉള്ളി ഒരു ചട്ടിയിൽ നിൽപ്പുണ്ട്, അതിപ്പോൾ എടുക്കുന്നില്ല. അതൊരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് അതിന്റെ ഈ ഇലയൊക്കെ ഒന്ന് കരിഞ്ഞു തുടങ്ങിയിട്ടേ എടുക്കുന്നുള്ളൂ. അത് നമ്മൾ ഒരുമിച്ച് നട്ടത് തന്നെയാണ്, പക്ഷെ അത് കിളുത്ത് വരാൻ കുറച്ച് സമയം എടുത്തു. അപ്പൊ നമ്മുടെ ഉള്ളിയെല്ലാം ഇത്രയും ഉള്ളി കിട്ടിയിട്ടുണ്ട്. ആകെപ്പാടെ ഒരു 6-7 മൂട്ടിലെ ഉള്ളി എടുത്തതാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ഉള്ളികൾ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഉള്ളി കൃഷിയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ നമുക്ക് 2 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള ഉള്ളിയുണ്ട്. അത് നമ്മളെല്ലാം അതിന്റെ മണ്ണൊക്കെ കഴുകി കളഞ്ഞിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുവാണ്. ഇനി അത് നമ്മളിനി ഉണക്കി എടുക്കണം. അതിന്റെ പുറം തൊലി ഒന്ന് ഉണങ്ങി കിട്ടുന്നത് വരെ ഇങ്ങനെ വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. വെയിലല്ല, വെയിൽ നമ്മൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ നല്ല വെയിൽ കൊള്ളിക്കില്ല കേട്ടോ. ഇങ്ങനെ തണലത്തിട്ട് തന്നെയാണ് ഉണക്കുന്നത്. അതിങ്ങനെ ചാക്കിലോ എന്തിലേലും ഒന്ന് നിരത്തിയിട്ട് കുറച്ച് ദിവസം, ഒരാഴ്ചയോളം അതൊന്ന് ഉണക്കിയെടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ഉള്ളിക്കൃഷിയൊക്കെ ചെയ്യുന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണ് നിങ്ങൾ ഉള്ളി സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴുകിയെടുത്ത് ഇത്രയും ഉള്ളി കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊരു ചാക്കിലിട്ട് നമ്മുടെ ഈ മരത്തിന്റെ തണലിലോട്ട് ഇട്ടേക്കുവാണ് കേട്ടോ. അതവിടെ കിടന്ന് ഇനി നന്നായിട്ട് അതിന്റെ പുറന്തൊലിയൊക്കെ ഒന്ന് ഉണങ്ങി വരട്ടെ. അപ്പോൾ എടുത്ത് നമുക്ക് പിന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമുക്കിവിടെ ഉള്ളിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. പൊന്നും വില കൊടുത്താണ് നമ്മളിവിടെ ഉള്ളി മേടിക്കുന്നത്. അപ്പം എനിക്ക് ഇത്രയും ഉള്ളി വിളവെടുക്കാൻ പറ്റിയത് ഒത്തിരി സന്തോഷമുണ്ട്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊന്നാങ്കണ്ണി ചീരയാണേ. പുറത്ത് നട്ടത് നമ്മുടെ ചീരയുടെ ഇടയ്ക്കായിപ്പോൾ അത് കിളുത്തോന്ന് എനിക്ക് അറിയില്ല. ഇത് അകത്തൊരു മൂട് വെച്ചേക്കുന്നതാണ്. ഇത് വീടിനകത്ത് തന്നെ ഒരു കോവലിന്റെ തൈ മുളപ്പിച്ച് നിർത്തിയേക്കുന്നതാണ്. അതിന്റെ കമ്പ് കൊണ്ട് നട്ട് കിളിർപ്പിച്ചതാണ്. അത് ഈ വർഷം എൻ്റെ ഫ്രണ്ട് സുജ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടു തന്നതാണ്. പുറത്ത് 2 എണ്ണം നിപ്പുണ്ട്. അതിനി മഞ്ഞത്ത് ഉണങ്ങിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ച് ഒരെണ്ണം അകത്തും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഗാർഡൻ വിശേഷങ്ങൾ. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകേണ്ട. താങ്ക്